ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സ്ലീവ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പീസിന് ടക്ക് പിടിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ട് വളരെ 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 സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട്സ് എല്ലാം നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കലാസ് ടൈലറിങ് ഡയറീസ്. ഓക്കെ, നമുക്ക് ഫ്രണ്ട് പീസ് ഇപ്പോൾ എടുത്ത് വച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഇപ്പം നമ്മൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പീസ് ആദ്യം എടുക്കുക. ഇത് ഒരു പീസ് ആദ്യം എടുത്തിട്ട് നമുക്ക് ഡാട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇടത് ഭാഗമായിട്ട് വരുമ്പോൾ നമ്മുടെ അളവ് ബ്ലൗസ് വെച്ചിട്ട് അളവ് ബ്ലൗസിൽ നമ്മൾ ഇടത് ഭാഗത്തെ ഡാട്ട് നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കണം. കാര്യം ഇതിൽ ഹൂക്ക് വെച്ചേക്കുന്ന ഇടത് സൈഡാണ്. ഓരോ ഇതിൽ ഹൂക്ക് വലത് സൈഡ് വരും, ഓരോന്നിൽ ഇടത് സൈഡ് വരും. ഇത് ഇടതാണ്. അപ്പം നമ്മൾ ഈ പട്ടി ഏത് സൈഡാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഈ പട്ടി ഉണ്ടല്ലോ, പട്ടി എന്ന് തമിഴ്നാട്ടിൽ പറയുന്നതാണ് പടി. ഈ പടിയും ബോഡി പീസുമായിട്ട് ജോയിൻ ചെയ്യുന്നില്ല, ഈ ജോയിൻ്റ് അവിടെ മുതൽ നമ്മുടെ ഈ ഡാട്ട് പിടിച്ചേക്കുന്നില്ലേ അവിടെ വരെ നമ്മളിങ്ങനെ വെക്കണം. അതിന് മുന്നേ നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് ഈ അളവിനകത്ത് വെക്കുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് പോവും. ഇതങ്ങോട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ജോയിൻറ്റ്. അവിടെ ഒരു മാർക്കിങ് കൊടുത്ത്, ഓക്കെ, അവിടെ മാർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വയ്ക്കണം. തിരിച്ച് വെച്ചിട്ട് ഈ ഇതിനകത്ത് എത്ര ഉണ്ടെന്നുണ്ട് ഇത് മടക്കി തച്ചേക്കുന്നില്ലേ, മടക്കി തച്ചേക്കുന്ന എത്ര ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കണം. മിക്കവാറും എല്ലാവർക്കും 2 വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1 ഉണ്ട്. അപ്പോൾ 1ൻ്റെ ഡബിൾ നമ്മൾ 2 ഇഞ്ച് ഈ ബോഡി പീസിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഇതാണ് നമുക്ക് 2 വരുന്നത്. ഇനി അടുത്ത എന്തോന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഉയരം, ഇതിൻ്റെ ലെങ്ത് എത്ര വേണ്ടതെന്നറിയണ്ടേ. അതിൻ്റെ അളവ് കാണുന്നത് ഇതിലൊരു തയ്യൽ ഇട്ടിട്ടുണ്ടല്ലോ, ആ തയ്യലിൻ്റെ അളവ് നമ്മൾ അതുപോലെ അങ്ങ് എടുക്കുക. ഇതിൽ നമുക്ക് 2 വന്നിട്ടുണ്ട്. അപ്പം ഈ 2ആണ് നമ്മുടെ ഇതിൻ്റെ നീളം. എന്നിട്ട് ഈ പീസിനെ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നില്ലേ, ഈ മാർക്ക് ചെയ്ത് രണ്ടും വച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരുപോലെ അങ്ങോട്ട് വെച്ചിട്ട്, അപ്പോൾ ആ മാർക്കിങ് ഇതാണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു റിവേഴ്സ് തയ്യൽ കൊടുക്കണം. കൊടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ഈ 2 ഉണ്ടല്ലേ, ഈ 2 വന്ന് ഇവിടെ ക്രോസായിട്ട് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ അളവ്. എന്നിട്ട് അതിലൊരു തയ്യലിട്ടിട്ട് റിവേഴ്സ് തയ്യൽ എടുത്തിട്ട് കുറച്ച് നീളത്തിന് നമ്മൾ ഈ ത്രെഡ് കട്ട് ചെയ്യണം. ഇത് ഒട്ടി കട്ട് ചെയ്യരുത്, നീളത്തിന് കട്ട് ചെയ്യണം. ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. അപ്പം നമ്മുടെ ഒരു ഡാട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് എളുപ്പവഴി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈക്വലായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ നീളം ഉണ്ടല്ലോ, ഇത് നമ്മൾ ബ്ലൗസിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്ര നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലൗസ് എടുക്കട്ടെ. അപ്പോൾ ബ്ലൗസിൽ ആ ഫസ്റ്റ് ടക്ക് പിടിച്ചേക്കുന്നത് നമുക്കിതിൽ 2 തന്നിട്ടുണ്ട്. 2 തന്നിട്ടുണ്ട്. ഇതിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനെ പീസ് തിരിച്ചിട്ട് ഈക്വലായിട്ട് വച്ചിട്ട് ഒരു 2.25 നമ്മൾ കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ചിന് ഇത് പ്രഷർ പോട്ട് ഒരു 1/4 ഇഞ്ചിനെ വയ്ക്കാവൂ. ഒന്ന് കൊണ്ടുവന്ന് ചരിച്ച് കൊണ്ടുവന്ന് തച്ച് വെളിയിലിറക്കിയിട്ട് തയ്യൽ നൂല് നീട്ടി വേണം വിടാൻ. അതുപോലെ ഇപ്പോൾ 2 സൈഡ് നമ്മൾ പിടിച്ച് ഇനിയുള്ളത് നമ്മുടെ ഈ 3ാമത്തെ സൈഡ് ആം ഹോൾ കർവ്. ഇപ്പോൾ ഈ തുണി ഇവിടെ ശകലം വളയവായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ഈക്വൽ ചെയ്ത് പിടിച്ചിട്ട് ഇത് ഈക്വൽ ചെയ്ത് പിടിച്ചിട്ടുണ്ട്.
പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഡാട്ട് പിടിച്ചില്ലേ, അവനെ അങ്ങോട്ട് മടക്കി പിടിക്കണം. ഇതാണ് നമ്മുടെ, അതിന് നമ്മളൊരു റിവേഴ്സ് തയ്യൽ കൊടുത്തിട്ട്, നമുക്കിത് ബ്ലൗസിനകത്ത് എത്ര നീളമുണ്ട്, അതിലൊരു തയ്യലുണ്ടല്ലോ, അതങ്ങോട്ട് വെച്ച് അളക്കണം. ഇത് നമ്മൾ എക്സ്ട്രാ വിടണ്ട, അതിനകത്ത് ആ തയ്യലും ചേർത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് 4.25 വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിവിടെ 4.25 അങ്ങോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ചെറുതായിട്ട് വന്ന് ക്രോസായിട്ട് വെളിയിൽ ചാടണം. എന്നിട്ട് അതിൻ്റെ നൂല് 3 ഭാഗത്തെ നൂല് കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു സൈസ് കപ്പ് ഷേപ്പ്. ഈ കപ്പ് ഷേപ്പ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇത് നൂത്തിട്ട് മിഷീൻ്റെ മേലെ ഇങ്ങനെ ഇട്ട ഈ കപ്പ് ഇതുപോലെ നിൽക്കണം. ഇതാണ് ഓക്കെ. ഇത് ചപ്പളിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഇതിലെന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിവിടെ കൈ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് എന്താ ഓക്കെ. ഇനി ഇതേ അളവ് തന്നെ നമുക്ക് ഈ സൈഡ് എടുക്കണം. പക്ഷേ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പം നമുക്ക് പടി ഇതിനകത്ത് പടിയും വിയും ഹൂക്കും എല്ലാം അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിന് ഫസ്റ്റ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, 1/4 ഇഞ്ച് എപ്പോഴാണ് വിളുമ്പിലാണ് വരുന്നത്, 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുണ്ട് മാർക്കിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ. ഇന്നത്തെ അളവെല്ലാം നമ്മൾ അതിനകത്ത് എടുത്തതുപോലെ തന്നെ ഇതിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് തിരിച്ചിട്ടിട്ട് ഈ 2 ജോയിൻറ്റ് ഒന്നാ വച്ചിട്ട് നമ്മൾ ഈ തുണിയിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ തുണിയിൽ അടിച്ചില്ലേ, അതുപോലെ അത് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതങ്ങ് ചെയ്യാം. ഇത് 2 എൻഡും റിവേഴ്സ് തയ്യലിട്ട് വേണം എടുക്കാൻ. കുറച്ച് നൂല് ബാലൻസും ഇടണം. ഇനി അതുപോലെ ഈ സൈഡ് ഇത് തച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉടനെ തന്നെ ഈ തയ്യൽ ഈക്വലാണോ, അപ്പ് ആൻഡ് ഡൗൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളിവിടുന്ന് വച്ച് നോക്കണം. ഇപ്പം നമുക്കിത് കറക്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല. ഇനി അതുപോലെ ആം ഹോളിൻ്റെ അവിടുത്തെ ഒരു ടക്ക് പിടിക്കുന്നുണ്ട്, അതിന് അതുപോലെ തന്നെ ഈക്വൽ സൈഡ് നേരെ വെച്ചിട്ട് നമ്മൾ ഇത് അകത്തോട്ടങ്ങ് മടക്കണം. അകത്തോട്ട് മടക്കിയിട്ട് നമ്മളൊരു ടക്ക് കൊടുക്കണം. അകത്തോട്ട് മടക്കുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുക, അതിനാണ് ഞാൻ പറയുന്നത്. കണ്ടേ, ഇത് സ്ട്രെയിറ്റ് ലൈൻ കണ്ട. ഇനി നമ്മളിതിന് ഈ സൈഡ് നമ്മൾ എത്ര മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ അത് തന്നെ ഇപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്തിട്ട് നീളത്തിന് എത്ര നീളമുണ്ടോ അതിന് തയ്യലിട്ട് റിവേഴ്സ് തയ്യലും എടുത്ത് നൂല് കുറച്ച് ഇറക്കി വെട്ടണം. കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസും എങ്ങനെ തയ്ക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ സ്ലീവും തച്ച് ഫ്രണ്ടും തച്ച്, ഇനി നമുക്ക് അടുത്ത് തയ്ക്കാനുള്ളത് ബാക്ക് പീസ്. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും. ഇവരെ തന്നെ എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തായിട്ട് പോകും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം വളരെ വളരെ എളുപ്പത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈസി ആയിട്ടാണ് പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, സി യു. താങ്ക് യു ഫ്രണ്ട്സ്.